എന്നെപ്പോലെ കത്രിക്കക്കറി ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. കുട്ടിക്കാലം മുതൽക്കേ കത്രിക്ക മെഴുക്കുവരട്ടിയോ കത്രിക്ക തോരനോ എന്തു തന്നെ ആയാലും എനിക്കിഷ്ടമല്ല കേട്ടോ. പിന്നീട് കുറേ കാലം കഴിഞ്ഞു, കല്യാണം എല്ലാം കഴിഞ്ഞു, ഞാൻ തിരിച്ചെൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നതാട്ടോ ഈ കറി. അത് പിന്നെ അങ്ങനെയല്ലേ, നമ്മുടെ അമ്മ എന്തുണ്ടാക്കി തന്നാലും നമുക്കത് ഭയങ്കര ടേസ്റ്റാണ്. അതൊരു മുളക് പൊട്ടിച്ചതായാൽ പോലും കത്രിക്കയൊക്കെ നമുക്ക് വഴറ്റി കഴിഞ്ഞിട്ട് നമുക്കതിലോട്ട് ഇത് മാറ്റി വെച്ച് അതേ ചട്ടിയിൽ അതേ എണ്ണയിൽ ഒരു 1.5 സവോളയും 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കുരുമുളകും ഒരു 1.5 തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇത് നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി നല്ലോണം ഒന്ന് മൂത്തോട്ടെ. നമുക്കിത് മാറ്റി വെക്കാം. അതേ ചട്ടിയിൽ തന്നെ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കണം കേട്ടോ. ഞാനിത് നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഓയിലും വെക്കാം, പക്ഷെ നല്ലെണ്ണയാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. ഒരു 1/2 ടീസ്പൂൺ കടുകും കുറച്ച് ഉലുവായും ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ച് ചുവന്നുള്ളിയും കൂടെ നല്ലോണം ഒന്ന് മൂക്കട്ടെ കേട്ടോ. മൂക്കുന്നതിൽ യാതൊരു മടിയും കാണിക്കേണ്ട, നല്ലതുപോലെ ഒന്ന് മൂത്തോട്ടെ. ചെറിയുള്ളി നല്ലോണം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലോട്ട് നമ്മുടെ മസാലകളായ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച നമ്മുടെ അരപ്പ് നമുക്കതിലോട്ട് ചേർക്കാം. അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഞാൻ ആ പാത്രം തന്നെ കഴുകി വെച്ചിരിക്കുന്ന കേട്ടോ വെള്ളം, നമ്മുടെ ജാറ് കഴുകിയ വെള്ളമാട്ടോ കുറച്ചുകൂടി ഒഴിച്ചു. നമുക്കിനി ഇതിലോട്ട് പുളിവെള്ളവും കൂടി ഒഴിക്കാം കേട്ടോ. കുറച്ച് ചാറ് ആവശ്യത്തിന് ചാറാകാൻ വേണ്ടി കുറച്ച് പുളിവെള്ളവും കൂടി ഒഴിച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ വെട്ടിത്തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കത്രിക്ക അങ്ങ് പെറുക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഇതാണ്ട് ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് നമ്മുടെ കത്രിക്ക ഓരോന്നായിട്ട് അങ്ങ് പെറുക്കിയിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡി ആയിട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാട്ടോ. കത്രിക്ക ഇങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് അത് ചെറുതായിട്ട് നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. എനിക്ക് ഇങ്ങനെ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ഇഷ്ടമാട്ടോ. എനിക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഇങ്ങനെ വെച്ചതാട്ടോ. ഈ കറി എന്ന് പറഞ്ഞുകൊണ്ടല്ലോ ഒരു അടിപൊളി കറിയാട്ടോ. അത് എന്തിനും പറ്റും കേട്ടോ. ഇതേ എന്തിൻ്റെ കൂടെ നമുക്കിത് പറ്റുന്നൊരു കറിയാണ്. കറി റെഡി ആയിട്ടോ. എല്ലാവരും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നെപ്പോലെ കത്രിക്കക്കറി ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. കുട്ടിക്കാലം മുതൽക്കേ കത്രിക്ക മെഴുക്കുവരട്ടിയോ കത്രിക്ക തോരനോ എന്തു തന്നെ ആയാലും എനിക്കിഷ്ടമല്ല കേട്ടോ. പിന്നീട് കുറേ കാലം കഴിഞ്ഞു, കല്യാണം എല്ലാം കഴിഞ്ഞു, ഞാൻ തിരിച്ചെൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നതാട്ടോ ഈ കറി. അത് പിന്നെ അങ്ങനെയല്ലേ, നമ്മുടെ അമ്മ എന്തുണ്ടാക്കി തന്നാലും നമുക്കത് ഭയങ്കര ടേസ്റ്റാണ്. അതൊരു മുളക് പൊട്ടിച്ചതായാൽ പോലും കത്രിക്കയൊക്കെ നമുക്ക് വഴറ്റി കഴിഞ്ഞിട്ട് നമുക്കതിലോട്ട് ഇത് മാറ്റി വെച്ച് അതേ ചട്ടിയിൽ അതേ എണ്ണയിൽ ഒരു 1.5 സവോളയും 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും